പ്രിയ അല്ല ഒരു മിനിറ്റ്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്ന ക്രൂരനായ കശ്മലിനെ നമ്മൾ എന്ത് ചെയ്യണം വിനീഷ്? പിന്നെ ഇതില് നമ്മൾ ഈ കാണുന്നതില് ഒരുപാട് വണ്ടികളുണ്ട്. ഇതിന്റെ പ്രീമിയർ പത്മിനി മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാടീന്റെ വണ്ടിയാണ്. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമന്റ് ബോക്സിൽ ഇടുക. ഒരുപാട് ആൾക്കാരെ സ്വപ്നം തല്ലിക്കെടുത്തിട്ടുള്ള ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണമെന്ന് കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിട്ട് ഇറങ്ങിയ പാമ്പുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കണോ ഇനി ചേട്ടാ? കാളിയെ, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളെ പ്രിയപ്പെട്ട കസ്റ്റമർക്ക് ഒരു അടിപൊളി വണ്ടി ഒരു 4-5 വർഷം മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടി പുള്ളി ഉപയോഗിക്കാതെയായിട്ട് കുറേ കാലമായിട്ട് വർക്ക്ഷോപ്പ് കിടക്കുകയാണ്. അപ്പോൾ വിനീഷാറ് ഒരു കാര്യം തീരുമാനിച്ച് ആ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ആ വണ്ടി എന്ത് മോശം അവസ്ഥയിലാണെങ്കിൽ അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നുള്ളതാണ് അതിൻ്റെ ഇന്നത്തെ ഉറപ്പ്. അപ്പോൾ ആ വണ്ടീനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവല്ലോ വിനീഷേട്ടാ? വാ റെഡി. അപ്പോൾ നമുക്ക് ആ വണ്ടീൻ്റെ അവസ്ഥ കാണാം. ശേഷം നമ്മൾ എന്താണ് അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മളെ പ്രേക്ഷകർക്കും നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാലോ കാളിയെ? ഓക്കെ അല്ലേ? നഗവാൻ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ലത് താറ് പോലത്തെ വാഹനങ്ങളാണ് കെട്ടി വലിക്കാൻ. പിന്നെ 4-5 ആൾക്കാർ കൂടെ ഉണ്ടാവണം, തള്ളാനും വലിക്കാനൊക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടും. ഇതാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടണ്ട, കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് നല്ല പിക്കപ്പ് ഉള്ളൊരു വാഹനം എപ്പോഴും കെട്ടി വലിക്കാൻ വേണം. നമ്മൾ കെട്ടി വലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും മാറ്റാനോ പിടിക്കാനുണ്ടെങ്കിൽ ഇതാ നമ്മളതിൽ താറുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ബാക്കി കാര്യങ്ങളെ പോണ വഴി നമുക്ക് പറയാം. അതെ അതെ. അപ്പോൾ നമ്മൾ വണ്ടിയുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഒരുപാട് വണ്ടികൾ ഇവിടെ ഇങ്ങനെ ജീവശവം പോലെ കിടക്കുകയാണ്. പല വണ്ടികളും എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ വർക്കൊക്കെ എടുത്താൽ നന്നാക്കി എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. പക്ഷേ നമ്മൾ എടുക്കാൻ വന്ന വണ്ടി ഇതാ ഒരു അടിപൊളി സ്റ്റൈലിഷ് വാഹനമാണ്. ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിട്ട് ഇറങ്ങിയ ഏകദേശം 10-20 ലക്ഷം രൂപേൻ്റെ മുകളിൽ വിലയുള്ള ഒരു വാഹനമാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി കിടക്കണ കണ്ടാൽ എന്താ കംപ്ലയിൻറ്റ് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്നുള്ളതൊന്ന് നോക്കാം. വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുമോ നോക്കാം. ഒരു കോൾഡ് സ്റ്റാർട്ടിങ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതേപോലെ നിങ്ങൾക്ക് കാണാം ഒരുപാട് വണ്ടികൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വണ്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇത് എടുത്ത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. ചെറിയ പൈസയ്ക്കൊക്കെ തുരുമ്പ് പിടിച്ച് നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ഉപയോഗിക്കാനുള്ള ആളുകൾക്ക് വർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടീൻ്റെ വിശദമായിട്ടുള്ള ചെക്കപ്പിലേക്ക് പോകണം. എങ്ങനെ നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുമോ, സ്റ്റാർട്ടാവുമോ നോക്കാം. വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്സും നമ്മളെ ചാനൽ വഴി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഇത് പാമ്പുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കണോ ഇനി ചേട്ടാ? ഇതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇടിക്കി. നമ്മളെ കൂടെ എൻ്റെ ടീമുണ്ട്, ഫുൾ ടീമുണ്ട്. വരും അബിയെ നോക്കടാ, ബോണറ്റ് ഒരുക്കി. നമുക്ക് എല്ലാവരും നോക്കുന്ന പോലെ ബോണറ്റിലേക്ക് തന്നെ പോവാം. കാട് പിടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. ഫുള്ള് കാടാണ്. നോക്കാം. ആ വിനീഷേട്ടാ ബോണറ്റ് ഓർക്ക്. എൻജിൻ റൂമൊക്കെ നല്ല അടിപൊളി വൃത്തിയിലാണ് കിടക്കുന്നത്. ഇത് സ്റ്റാർട്ടാവോ വിനീഷേട്ടാ നിങ്ങളുടെ അഭിപ്രായത്തിൽ? അപ്പോൾ പുള്ളി എന്താ പറഞ്ഞത്, ഇതിന് ഓയിൽ ലീക്ക് കുറച്ച് കാണുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. ഒരു ബെൽറ്റ് എന്തോ പോയിനല്ലോ, ഒരു ബെൽറ്റ് പോയിട്ടല്ലോ. ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. എന്നിട്ട് ബാക്കി ചിന്തിക്കാം. ബാറ്ററി ഉണ്ട്, നമുക്ക് ബാറ്ററിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാം. എന്തായാലും ചെയ്തു നിങ്ങളെ അഭിപ്രായം സ്റ്റാർട്ടാവോ? ബെൽറ്റിൻ്റെ ക്ലിയർ ചെയ്തിരിക്കുകയാണെങ്കിൽ ബാറ്ററി കുത്തിപ്പിടിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവേണ്ടതാണ്. നിങ്ങളെ വലിയൊരു മെക്കാനിക്കാണ്, ഞാൻ മനസ്സിലാക്കുന്നു. എടാ അബിയെ ഒന്ന് ജസ്റ്റ് നോക്ക്, അടിച്ചു നോക്ക്. അതാ നമ്മളെ പ്രിയപ്പെട്ട രാജേട്ടൻ ഇവിടെ ഉണ്ട്. വരെ, നിങ്ങൾക്ക് ഈ പണിയൊക്കെ അറിയില്ലേ? നമ്മളെ വർക്ക്ഷോപ്പിൻ്റെ ഓണറാണ് രാജേട്ടൻ. രാജേട്ടനോട് പോയി ചോദിക്കുക ഇതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ രാജേട്ടൻ നമ്മളോട് പറയുന്നതാണ്. ആ ബെൽറ്റിൻ്റെ ഇത് പോയി. അപ്പോൾ പുതിയ ബെൽറ്റ് വേണോ? അപ്പോൾ പ്രിയ അല്ല ഒരു മിനിറ്റ്.
അപ്പം നമ്മളിപ്പോൾ വർഷാപ്പരനെ കാണിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ബെൽറ്റ് മാറണമെന്നാണ്. തൽക്കാലം പുള്ളീൻ്റെ ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ ബെൽറ്റിന് വേണ്ടി കാത്തി നിൽക്കേണ്ടി വരും. രാജേട്ടൻ പോവുകയാണെന്ന് വെച്ചാൽ രാജേട്ടന്റെ ബെൽറ്റ് അടിക്കുമെന്നുള്ള എങ്ങനെ അല്ല വണ്ടീൻ്റെ ബാറ്ററി മാത്രമല്ല വണ്ടീൻ്റെ ബാറ്ററിയും പോയി കിടക്കുകയാണ്. അതേപോലെ തന്നെ വണ്ടീൻ്റെ ബെൽറ്റും പോയി കിടക്കുകയാണ്. അപ്പോൾ ഒരു ബെൽറ്റ് വാങ്ങണം, അതേപോലെ ഒരു ബാറ്ററിയും നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോക്ക് ഇന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ വിടാതെ കാണുക. നമ്മളിത് എന്താക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചാൽ അടിപൊളി വണ്ടിയാണ്. നമ്മളെന്തായാലും ഈ വണ്ടീനെ തിരിച്ചു കൊണ്ടുവരും. എന്താണ് പറയുന്നത്? ഫുൾ സെറ്റാക്കും, ഫുൾ സെറ്റാക്കും, ഉറപ്പ്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്ന ക്രൂരനായ കശ്മലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഷെവർലെറ്റിന്റെ വർക്ക്ഷോപ്പ് വർക്കുകൾ മാത്രം എടുത്ത് കോടീശ്വരനായ ആളാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ പിന്നെ ഇതില് നമ്മൾ ഈ കാണുന്നതില് ഒരുപാട് വണ്ടികളുണ്ട്. ഇതിന്റെ പ്രീമിയർ പത്മിനി മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാടീന്റെ വണ്ടിയാണ്. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമന്റ് ബോക്സിൽ ഇടുക. അതെ, പിന്നെ പറയാനെന്നറിയോ, ഒരുപാട് ആൾക്കാരെ സ്വപ്നം തല്ലിക്കെടുത്തിട്ടില്ല. ഇങ്ങനത്തെ ആളുകളെ എന്ത് ചെയ്യണമെന്ന് കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ രാജേട്ടൻ വെറുതെ പറഞ്ഞാണ്. രാജേട്ടൻ നല്ലൊരു വർക്ക്ഷോപ്പുകാരനാണ്. നമുക്ക് ഒരുപാട് വാഹനങ്ങളെ വർക്ക് വളരെ ചെറിയ ടൈമിൽ 24 hours സർവീസുള്ള വർക്ക്ഷോപ്പാണ്. നിങ്ങൾ ഈ ബേപ്പൂർ ഭാഗത്ത് കോഴിക്കോടൊക്കെ ഏതെങ്കിലും ആളുകൾ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഡെൻറ്റിങ്, പെയിൻറ്റിങ് തുടങ്ങിയ എല്ലാ വർക്കും എടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു മനുഷ്യനാണ് പുള്ളി. അപ്പോൾ എന്താവശ്യങ്ങളുണ്ടെങ്കിലും പുള്ളിയുടെ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് പുള്ളീനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് വണ്ടി പണിയെടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടിക്ക് ബെൽറ്റ് മാറ്റാതെ ഒരു രക്ഷയില്ല. അപ്പോൾ രാജേട്ടൻ ബെൽറ്റ് ടൗണിൽ നിന്ന് വാങ്ങണം. സാധനം നിലവിൽ കിട്ടുമെന്നുള്ള അറിയില്ല, കാരണം പ്രൊഡക്ഷൻ നിർത്തിയ വണ്ടി ആയതുകൊണ്ട് സ്പെയർ ചിലതൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് വണ്ടീനെ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇറക്കും എന്നുള്ള ഉറപ്പിച്ചിട്ടുണ്ട്. ബാക്കി എന്ത് വർക്ക് ഉണ്ടെങ്കിൽ രാജേട്ടൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മളെ ഒരു നല്ല കരുത്തനായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പറിനാണ്. വളരെ ഐഡിയോളജിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ അതിൻ്റെ ഒരു പിൻബലത്തിലാണ് നമ്മൾ ഈ വണ്ടീൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ എനിവേ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള അപ്ഡേഷൻ വരുന്ന വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ വിടാതെ കാണുക. നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.